ജഗുന് പാലട പ്രഥമൻ പിറന്നാളിന്റെ അന്ന് വെച്ചു കൊടുത്തില്ല ഈ വിവരം അറിയുന്ന പറഞ്ഞേക്കണേ ചോറിന് തുമ്മാനാണ്. അതെ എന്റെ തുമ്മല് ഏത് കമ്മിന്റെ ഞാൻ വേറെ കാര്യം ആലോചിച്ചത്. സദ്യക്ക് കുടിച്ചിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞത് കേക്ക് പഞ്ചസാര ആള് മാറ്റി വെച്ചു. 99.99% തിളച്ചു പോയി. കെമിസ്ട്രി ആണോ ബയോളജി ആണോ തിളച്ചു പോയി കഴിഞ്ഞാൽ കുറെ പറ്റിച്ച് കിട്ടും. അതാണ് അപ്പൊ മനസ്സില് ജഗ്ഗുവിനെ കൊണ്ട് കുടിപ്പിക്കലാണ് അടുത്ത ടാസ്ക്. ഇന്ന് മിഥുന മാസത്തിലെ വിട്ടന്നാള്. സാധാരണ നമ്മളുടെ വീഡിയോന്റെ ലാസ്റ്റ് ആണ് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കണ ക്ലിപ്പ്. പക്ഷെ ഇത് വീഡിയോന്റെ തുടക്കമാണ്. ജഗുവിന്റെ ഇന്നാണ് ശരിക്ക് നാൾ പ്രകാരമുള്ള ജഗുവിന്റെ പിറന്നാൾ കേട്ടാ. വയസ്സ് പറയരുത് ചേട്ടാ. പറയുമ്പോഴത്തേക്ക് ഞാൻ വേഗം പറഞ്ഞതാ. അതില്ലേ അപ്പൊ അതേ വിഭവങ്ങളൊന്നും ഇല്ല കേട്ടാ. ജഗ്ഗുവിന് ഇഷ്ടപ്പെട്ട കൂട്ടാൻ മാത്രം ഞാൻ വെച്ചിട്ടുള്ളൂ. സാമ്പാറ്. പീസ് ഇടരുത് അവന്. അവന് ചാറ് മാത്രമേ വേണ്ടോ. കുമ്പളങ്ങിട്ടുണ്ട്. പിന്നെ അവന് അവില് കൂട്ടാൻ ഇഷ്ടമാണ്. പിന്നെ ജഗ്ഗുവിന് ഇഷ്ടമുള്ള കൂട്ടാനാണ് മോര് കറി. കാളൻ വലിയ താല്പര്യമില്ല. പക്ഷെ മോര് കറി ജഗ്ഗുവിന് നല്ല ഇഷ്ടമാണ്. ഇത്തിരി കട്ടിയിൽ വെക്കണത് കേട്ടാ. പിന്നെ ഞാൻ ഉപ്പേരി കൂട്ടാൻ വെച്ചില്ല. ഉപ്പേരി കൂട്ടാൻ വെക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല. കമന്റ് റീഡിങ് എടുക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മളിതിന് നിന്നത്. അപ്പോഴേക്കും വേഗം അച്ചാറിടണം. ജഗ്ഗുവിന് അച്ചാർ വേണം. തുണ്ട് ചാറ് മാങ്ങ കടുമാങ്ങ അച്ചാറാട്ടത്. അനിത ചേച്ചി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഏതാ വടുകപ്പുളി അച്ചാർ കടയിലിരിക്കട്ട് എടുത്തോണ്ടിട്ടില്ലേ. ചേട്ടൻ വിളമ്പട്ടെ കഴിച്ചുണ്ണിയെ. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ജഗ്ഗുവിന് പാലട പ്രഥമൻ പിറന്നാളിൻ്റെ അന്ന് വെച്ചു കൊടുത്തില്ല ഈ വിവരം അറിയുന്ന പറഞ്ഞേക്കണേ. അപ്പം അതുകൊണ്ട് ഞങ്ങള് പാലട പ്രഥമൻ വെക്കാൻ പോവാ. അപ്പൊ ചോറുണ്ടിട്ട് വെക്കാൻ നിൽക്കാന്ന് വിചാരിച്ചു. കുറച്ച് സമയം പിടിക്കും നമുക്ക് വെക്കാനായിട്ട്. കാരണം ഇനി വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് സമയം കിട്ടിയില്ല. അപ്പൊ അവിടെ നിന്ന് വന്നിട്ടാണ് ഇപ്പൊ നമ്മൾ ചോറിനണേ. പിന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അല്ല ഇനിയിപ്പോ അങ്ങനെ പറയാൻ രക്ഷയുള്ളൂ. പായസം വെച്ചിട്ടില്ല. വെച്ചിട്ട് വേണം വെക്കാൻ പോവാണ്. അപ്പൊ പിറന്നാൾ സദ്യ ഉണ്ണാണ് കേട്ടാ. ജഗുവിന് മാത്രം ഇങ്ങനത്തെ ഒരു ഇല കിട്ടി. നാക്കല എന്ന് പറയില്ലേ, ഞങ്ങൾക്ക് സെൻറ്ററിൽ നിന്ന് മുറിക്കാനെ പറ്റിയിട്ടോ. കാരണം ചെറിയ ഇലകളൊക്കെ കയറി തപ്പി നല്ല ഹൈറ്റിലാണ്. കുഴപ്പമില്ല. മോര് രസം കേട്ടാ. മോര് കൂട്ടാൻ. അപ്പം ഇനി ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ പായസം വയ്ക്കും. അതന്നെ. അപ്പോൾ നമ്മൾ പാലട പായസം വയ്ക്കാൻ പോവാണ്. പാലട പായസം നമ്മൾ 2-3 വട്ടം വെച്ചിട്ട് നമ്മുടേതായ ശൈലിയിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഴയിടത്തിൻ്റെ രീതിയിലാണ് ഞാൻ വെക്കുന്നത്. ആളെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടു മനസ്സിലാക്കി. അപ്പോൾ ആ രീതിയിലാണ് വെക്കുന്നത്. തലങ്ങും വിലങ്ങും പഠിച്ചു. അപ്പോൾ ആൾ 200 ഗ്രാം അട വാങ്ങിച്ചടയില്ലേ കണ്ടത്. ഇങ്ങനത്തെ അട ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതിയാണ് എല്ലാം എടുക്കുന്നത്. 100 ഗ്രാമാണ് എടുക്കുന്നത്. 100 ഗ്രാം അട എടുത്തിട്ടുണ്ട്. പിന്നെ കാരണം ചേട്ടൻ കുടിക്കില്ല ഈ പായസം. ഞാൻ കുടിച്ചാലും കുടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലവാവില്ല. ഞാൻ 100 ഗ്രാം അടയിലേക്ക് 1.25 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. 750 ലിറ്റർ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെളിച്ചെണ്ണ, നെയ്യ്, വെള്ളം, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ വേണ്ടത് എനിക്ക് പഞ്ചസാരയാണ്. അതിലാണ് എനിക്ക് കൺഫ്യൂഷനായത്. ആൾ 3.5 ലിറ്റർ പാലിൽ, അതായത് 200 ഗ്രാം, ഇത് 100 ഗ്രാമാണ്, 200 ഗ്രാം അടയിലാണ് ആൾ പായസം ഉണ്ടാക്കുന്നത്. പക്ഷെ ചേർക്കണ പഞ്ചസാര 900 ഗ്രാമാണ്. തുമ്മാനാണ്. അതെ. അത് 900. എൻ്റെ തുമ്മൽ കളഞ്ഞു. ലാല് പറഞ്ഞ പോലെ മനുഷ്യാൾ തുമ്മാൻ വേണ്ടിയിട്ടാണ് ഈ മൂക്കുപൊടി വലിക്കുന്നത്. ആ ഈ ജയസൂര്യ സിനിമയിൽ എന്നിട്ട് ചതിക്കാത്ത ചന്തൂര് കഥ പറയാൻ വന്നിട്ട് തുമ്മിട്ട് അതുപോലെ ഇതെൻ്റെ തുമ്മല് പോയി. അപ്പൊ ചേട്ടാ ഓടിപ്പോണ്ട. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിപ്പോണ്ട്. ഇതേ പിടിക്കണോ 900 ഗ്രാം പഞ്ചസാരയാണ് ആൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഓവർ മധുരമായിട്ട് തോന്നി. ചിലപ്പോൾ ആളിപ്പോൾ അങ്ങനെ ചേർക്കുന്ന അങ്ങനെ ആയിരിക്കും. പക്ഷെ ഞാൻ അതിലത്തെ കമൻറ്റുകൾ നോക്കിയപ്പോൾ ന്യൂസിലാൻഡിലുള്ള ഒരാൾ ഈ പായസം ഉണ്ടാക്കി. പക്ഷേ ആൾക്ക് വളരെ തുച്ഛമായി എത്രയ്ക്ക് പഞ്ചസാര വേണ്ട, ഇത്രയും പഞ്ചസാര ചെയ്യുമ്പോൾ മധുരം കൊണ്ട് കഴിക്കാൻ പറ്റില്ലെന്നാണ് കമൻറ്റ് കണ്ടത്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ നോക്കിയപ്പോൾ ചിലവർക്ക് നല്ല മധുരം വേണം. നമ്മൾ അന്ന് പാലട പായസം അല്ല വേറൊരാളെ നോക്കിയപ്പോൾ 500 ഗ്രാം ഉപയോഗിക്കണല്ലോ പഞ്ചസാര. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഒരു 300 ഗ്രാമിൻ്റെ അടുത്ത് ഈ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. മധുരം കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചേർത്താൽ മതി. പിഴവ് പറ്റാൻ പറ്റില്ല. മധുരം കൂടിക്കഴിഞ്ഞാൽ ഇത് വായിൽ വെക്കാൻ കൊള്ളില്ല. ഒരു തവണ പായസം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തുനിന്ന്
വാങ്ങിച്ചു കൊണ്ടുണ്ടായിരുന്നു. അവിടെ അത് സരിക്ക് കുടിക്കാൻ പറ്റിയില്ലേ മധുരം കൊണ്ട് അല്ലേ തലക്കടിച്ചില്ലേ? ആ അല്ലെങ്കിൽ കുടിക്കാൻ പറ്റിയില്ലേ? ഒരു ഗ്ലാസ് പായസം എടുത്തിട്ട് 1/2 ഗ്ലാസ് തന്നെ എനിക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അട വേവിക്കാനായിട്ട് നമ്മൾ വെള്ളം അടുപ്പത്ത് വയ്ക്കണം കേട്ടോ. എത്ര അധികം വെള്ളം വേണം? കൂടുതൽ വെള്ളത്തിൽ ആവുകയാണ് നല്ലത്. അല്ല, കുറച്ചടയെല്ലാം എടുത്തിട്ടുള്ളൂ. അത് ആ പണി ഇത് ഇത്തിരി വികസിക്കില്ലോ. കുറച്ചടയാണെങ്കിലും ഇത്തിരി വെള്ളം കൂടുതൽ വേണമല്ലോ, അല്ലെങ്കിൽ അത് കുറുക്ക് പോലെയല്ലേ. കുറേ ടിപ്പുകൾ ആൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ആ രീതിയിൽ നിന്ന് പ്രയോഗിക്കാൻ പോണ്. ഈ അവസാനത്തെ കളറിൻ്റെ കാര്യത്തിലാണ് ഒരു തീരുമാനമാവാൻ നോക്കാം. നമുക്ക് വരുന്ന പോലെ കാത്തിടണം. പക്ഷേ ഈ പാലട എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് വിചാരിക്കേണ്ട. വളരെയധികം നമ്മൾ സാധാരണ പായസം 1.5-1.25 മണിക്കൂർ ഈ പായസം റെഡി ആവാനായിട്ട് വേണ്ടി വരുന്നതാണ്. അതായത് ബാക്കി സാധനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കണേനേക്കാളും മുമ്പാണ് പണികളാണ് കൊടുത്തത്. ഇതിന് പണികളൊന്നും തന്നെ നാളേരം ചെരുകലും പാലുപിഴിയിലും ഒരു പണിയാണ്. ഇതൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ട് കുടിച്ചില്ലെങ്കിലാണ് ജഗ്ഗുവിനെ കുലിച്ചു നിർത്തി അത്രയ്ക്കധികം നെഗറ്റീവ് കമന്റാ വന്നിട്ടുണ്ട്. പിറന്നാൾ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട പായസം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാണ്ട് അജുവിന് ഇഷ്ടപ്പെട്ട പായസം. പിന്നെ അതിൽ വന്നേക്കണ ചില കമന്റുകൾ എനിക്ക് വളരെ നല്ല കമന്റുകളായിട്ട് തോന്നിട്ടാ. വളരെ കറക്റ്റായിട്ട് പറഞ്ഞ പോലെ തോന്നി. എന്തിട്ടാ തലാട്ടുണ്ടല്ലോ, എന്നിട്ട് എന്തിട്ടാ ഏത് കമന്റാ? ഞാൻ വേറെ കാര്യം ആലോചിച്ചത്. ഞാൻ പാലട ഉണ്ടാക്കിയ പണ്ട് ഏറ്റവും ആദ്യമായിട്ട് പാലട പായസം ഉണ്ടാക്കിയത് ഇവിടെ 1980. അത് വരെ പഴങ്കഥയിലേക്ക് പോണേന് പിന്നെ അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. തലാട്ടുണ്ടപ്പോ ഒക്കെ മനസ്സിലായിട്ടാന്ന് വിചാരിച്ചു. അതിൽ ചേട്ടൻ എന്താ പറയാ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുടിക്കാൻ, അതായത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പായസം ഉണ്ടാക്കി ഗ്ലാസ്സിൽ വരെ ഒഴിച്ചിട്ട് തന്നിട്ട് വരെ ഞാൻ അത് കുടിക്കാൻ വരുന്നില്ല, ഞാൻ എന്നിട്ട് കുറ്റം പറയുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ആ വീഡിയോ എന്നിട്ട് കണ്ടു നോക്കിയപ്പോഴും എനിക്കും തോന്നി ശരിയാണ്, ആ കുറ്റം കേൾക്കാൻ ഞാൻ അർഹയാണ് എന്ന് എനിക്ക് തോന്നി. സരിത പറഞ്ഞാല് കുഴപ്പമില്ല. അത് ഞാൻ ചോദിച്ചത് അല്ല, ഞാൻ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സദ്യയുടെ പായസം കുടിക്കുന്ന ടേസ്റ്റില്ലെന്ന്. പക്ഷെ കടലപ്രഥമൻ എന്ന് പറഞ്ഞ പായസം സദ്യക്ക് കുടിച്ചിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് കേക്ക്. കടലപ്രഥമൻ എന്ന് പറഞ്ഞ പായസം നമ്മുടെ തൃശ്ശൂർക്കാരി ഒന്നുമല്ല, അത് തിരുവനന്തപുരംകാരിയാന്ന് ഒരാള് കമന്റ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ അത് മധുരം ഇത്തിരി കൂടുതൽ വേണം കടലപ്പരിപ്പിന്. എപ്പോഴും മധുരം കൂടുതൽ മുന്നിക്ക് നിൽക്കണം. അതുകൊണ്ട് അത് കറക്റ്റ് ആയിരുന്നു. ആ പായസം ഒക്കെ അടിപൊളിയായിരുന്നു. പായസം നല്ല ടേസ്റ്റാ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ നീ പറഞ്ഞത് തെറ്റില്ല, നീ കറക്റ്റ് തന്നെയാണ് പറഞ്ഞത്. നീ കടലപ്രഥമൻ പായസം കുടിച്ചിട്ടില്ല, അതുകൊണ്ട് നിനക്ക് പറഞ്ഞത് തെറ്റില്ല. അല്ല, പക്ഷെ എന്നാലും ലാസ്റ്റ് ഞാനിങ്ങനെ ചേട്ടൻ വിളിക്കുമ്പോഴൊക്കെ വരാൻ ഒരു മടി, കുടിക്കാനൊക്കെ വിളിക്കുമ്പോഴേ ഇതില് താല്പര്യമില്ലാത്ത നിന്ന് അങ്ങനെയൊക്കെ നിക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒന്നും അത്രയ്ക്ക് ജാടയിടേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്കും അത് വളരെ ശരിയായിട്ട് തോന്നി. ഇനി ചേട്ടൻ പൊക്കോ. 1980 പൊക്കോ. പാലട പായസം ഫേമസ് ആവണത് 1990 ശേഷമാണ് ഫേമസ് ആവണത് പായസം അല്ലേ. അതിന് മുന്നേ ബാക്കിയുള്ള പായസം ആയിരുന്നു. നമ്മുടെ ഇവിടെ 1980 ഇവിടെ ഒരു വീട്ടിലെ കല്യാണത്തിനാണ് പാലട പായസം ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. 1980 അനിതേച്ചിരി കല്യാണത്തിന് പായസം പാലട ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഇവിടെ ഒരു സ്ഥലത്ത് അല്ല, ഞാൻ പറയുന്നത് പായസം ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട്. ഒരു വലിയ ഒരു എംബ്രാന്തിരി, ഒരു വെപ്പ്, ഭയങ്കര പാചകത്തിലൊരു എന്താ അങ്ങനെ ഒരു പാചക പണ്ടത്തെ തിരുമേനിമാരില്ലേ പൂണിലൊക്കെ ഇട്ടിട്ട് ഭയങ്കര പാചക വിദഗ്ധൻ ആള് വന്നിട്ടാണ് സദ്യ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആള് വന്ന് സദ്യ വെച്ചപ്പോൾ അത് അന്ന് അച്ഛൻ സഹായിയായിട്ട് അച്ഛൻ ഒപ്പം നിൽക്കും. അന്ന് പാലട വയ്ക്കുന്നത് അച്ഛനെ കാണാനും ഭയങ്കര ആഗ്രഹം, നമ്മളും അവിടെയൊക്കെ നിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആള് തുടക്കം തന്നെ കുറച്ച് ഈ ഇതിലേക്ക് ചേർക്കുന്ന പഞ്ചസാരയിൽ കുറച്ച് ഭാഗം കുറച്ച് പഞ്ചസാര ആള് മാറ്റി വെച്ചു. അപ്പൊ അച്ഛൻ ചോദിച്ചത് എന്തിനാന്ന് മാറ്റി കാണാന്ന് പറഞ്ഞു. അത് അവസാനം ഇത് ഉരുക്കി ഇത് ചെയ്തിട്ടുള്ളതാണ് ചെയ്തത് അന്ന്. ഇപ്പോഴൊന്നല്ല, എത്ര കൊല്ലം സരിത ജനിക്കുന്ന കൊല്ലത്തിലാണ് ആ പായസം ഞാൻ വെക്കുന്നത് കണ്ടിട്ടുള്ളത്. 82 അപ്പൊ 44 കൊല്ലം മുമ്പ് അല്ല പായസം. അപ്പൊ ഈ ഇത് പാലിങ്ങനെ തിളച്ച് ഈ ആ കളറ് വരുന്ന പറയുന്നത് വിവാദമായ വിരപ്പയമായ വിഷയമാണ്. തരത്തിലും ഞാൻ പല വട്ടം എനിക്ക് ഈ പാലട പ്രധാനം ഇഷ്ടമായ കാരണം കൊണ്ട് ഇതുപോലെ പാല് വാങ്ങിച്ച് കുറച്ച് ഇതിൽ ഞാൻ കുറേ വട്ടം നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ കുറേ വട്ടം നോക്കിയിട്ടുണ്ട്. പല തരത്തിലും
പിന്നെ കുക്കറിൽ വെച്ചാൽ ശരിയാന്നിട്ട് കുക്കറിൽ ഉണ്ടാക്കി മഞ്ഞ കളറേ വരുള്ളൂ. എന്ത് ആളുകൾ കുക്കറിൽ ചെയ്ത് കളർ വരുന്നെന്ന് പറയുന്നു, എനിക്ക് മനസ്സിലാവില്ല. അതായത് എന്നിട്ട് കുക്കർ തുറക്കുമ്പോ ചുവപ്പ് കളറുള്ള പായസം ഇരിക്കണേ കണ്ടാ, ഒന്നും ചെയ്യണ്ട. ഇതെന്തൊരു സംഗതി, ഇതാണ് പാലടയുടെ കളറിന്റെ രഹസ്യം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പണ്ട് കാലത്ത് ഈ പാലട വെക്കുമ്പോ വലിയ കുക്കർ വെച്ചിട്ടാണോ അതിൽ പായസം വെക്കുന്നത് സദ്യക്ക്? അപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഞാനിത് എന്നെ തൊന്തൊരു ഇത് ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെയാടാ. അവർ ഒന്നുകിൽ പഞ്ചസാര കാരമലൈസ് ചേർക്കും, അല്ലെങ്കിൽ കൊക്കോ പൗഡർ ചേർക്കും, അല്ലെങ്കിൽ കുങ്കുമപ്പൂ ചേർക്കുന്നവരും ഉണ്ട്. അത് മറ്റേ 7 സ്റ്റാർ ഹോട്ടലിലൊക്കെ അത് അതുമാതിരി വിലയുണ്ട്. ആ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൽ കുങ്കുമപ്പൂ ചേർത്തിട്ടും കളർ വരുത്തും എന്ന് പറഞ്ഞു. ഈ 3 തരത്തിൽ. അല്ലാണ്ട് അത് എങ്ങനെ പാല് തിളപ്പിച്ച് വെറ്റിച്ചാലും പാല് മഞ്ഞ കളറാവുള്ളൂ. മഞ്ഞ 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 കളറായിട്ട് വെറ്റി വെറ്റി വെറ്റി. അപ്പൊ നമുക്ക് ഇത് വരുന്നത് നോക്കാം. ഇത് വെള്ള കളറുള്ള അടയുന്നുണ്ട്, ചിലവര് മറ്റേ ഈ മട്ടട പോലത്തെ മട്ടരിയുടെ കളറുള്ളത് വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനത്തെയാണ് സരിതയാണ് ഇത് വാങ്ങിച്ചോളാം കേട്ടോ, ഞാനല്ല. ഡബിൾ ഹോഴ്സിൻ്റെയാണ്. ഞാൻ പറഞ്ഞു മലബാർ അട വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ എന്തായാലും ഇന്നലെ ഹൈലൈറ്റ് മാളിൽ പോയി, ലുലുവില് പോയിണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു ഇത് വാങ്ങിച്ചിട്ട് വരാൻ. അവിടെ ഇതുള്ളോ ഞാൻ വിളിച്ചൂലോ ചേട്ടൻ, ഇതുള്ളോ മലബാറിലാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തുകൊണ്ട് എന്നോട് വാങ്ങിച്ചോളാൻ പറഞ്ഞു? നീ വാങ്ങിക്കണ്ട, മലബാർ കിട്ടണോട് ഞാൻ പോയി വാങ്ങിച്ചോളാന്ന് പറയായിരുന്നില്ലേ? മലബാർ എവിടെ കിട്ടുന്ന ആവോ, പിന്നെ എന്നോട് മലബാർ വാങ്ങിക്കാൻ പറഞ്ഞേ. മലബാർ സദ്യക്കാര് വെച്ചപ്പോ ബെസ്റ്റില് കിട്ടും. പക്ഷെ ഇങ്ങനെ ലൂസ് പാക്കറ്റ് ചെറു പാക്കറ്റ് കിട്ടില്ല, മറ്റേ വലുതായിട്ട് കിട്ടുള്ളൂ സദ്യ. പക്ഷെ ബെസ്റ്റ് നല്ല അടയത്. അതുകൊണ്ടാണ് സദ്യകൾക്ക് പോലും ഇപ്പൊ അവര് അണിയലൊക്കെ നിർത്തി അണിഞ്ഞ അടയുണ്ടാക്കല് നിർത്തി. പാചകക്കാരൻ പറഞ്ഞു ഈ അട നല്ല അടയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് ആലോചിച്ച് മലബാർ വാങ്ങിക്കാൻ പറഞ്ഞത്. പക്ഷെ അത് അവിടെ ഇല്ല. അപ്പൊ നമ്മുടെ വെള്ളം തിളക്കണം കേട്ടോ. തിളച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് അട വേവിക്കാൻ ഇടേണ്ടത്. തിളക്കട്ടെ, വായ കഴിച്ചു കുറച്ചേരം റെസ്റ്റ്. പോയി തുമ്മിട്ട് വാ. തുമ്മലൊക്കെ പോയി. അപ്പോൾ നമ്മുടെ വെള്ളം നോക്കി തിളച്ചു. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ ഒരു സ്വല്പം വെളിച്ചെണ്ണ അതിലൊഴിക്കണം കേട്ടോ. ഈ നമ്മൾ കട്ട കട്ടാണ്ടിരിക്കുന്നത് ഒരു പൊട്ട്. എന്നിട്ടാണ് പിന്നെ ആയിരിക്കും നമ്മുടെ അടയിരുന്നു കേട്ടോ. അടയിട്ടു. ഞാൻ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഇളക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. അടിയിലൊരു കട്ട പോലെ എടുക്കും. നടക്കുക. നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യണം. അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാല് ശരിയാകുമ്പോഴേക്കും അട വെന്തോളും. ഇങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ ആൾ പറയുന്ന അത് ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടാ. അല്ല ആടയും ഈ അടയും വ്യത്യാസം ഉണ്ടെന്നല്ല പറഞ്ഞത്, അത് മട്ടേതയാന്നല്ല പറഞ്ഞത്. അല്ല ആളിങ്ങനത്തെ അട തന്നെയാണ്. അല്ല സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന അട എന്ന് പറഞ്ഞത് കുറേ പേര് മട്ടയും കുറേ പേര് വെള്ളയും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പലതരത്തിൽ. അത് തിളച്ചുവിടാം. അപ്പോൾ നമ്മളിത് തീ ഓഫ് ചെയ്യാൻ പോവാണ്. തുണി എടുത്ത് തോന്നുന്നുണ്ടോ? തീ ഓഫ് ചെയ്യുന്ന ഇത് മാറ്റി ചെയ്യും. അതാ തുണി എടുത്തേ. അപ്പോൾ ഇത് ഇറക്കി വയ്ക്കുക. ഇനി നമ്മൾ തീ കത്തിച്ച് ഉരുളി അടുപ്പത്ത് വയ്ക്കുന്നു. ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഒഴിക്കുന്നത് 3/4 ലിറ്റർ വെള്ളമാണ് കേട്ടോ. അപ്പം അതിലൊക്കെ ആ വീഡിയോയിൽ കുറേ ചോദ്യങ്ങളുണ്ട് കേട്ടോ. എന്തിനാണ് ഈ വെള്ളം ഒഴിക്കുന്നത്? പാല് ഇങ്ങനെ ആക്കി വറ്റിക്കലല്ലാണ്ടേ. അപ്പം അതിന് ഓരോ ശാസ്ത്രീയമായ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാത്തിനും ഓരോ ഇതുകളുണ്ട്. അല്ല ഈ പാൽ തന്നെ വറ്റണം, പിന്നെ ഈ വെള്ളം കൂടി ആകുമ്പോ അതാണ് അതിന്റെ രീതി. എന്തായാലും നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട്. ചിലപ്പോ ആ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് വെള്ളത്തിലാണ് ഇടല്ലേ ഒരു സ്വല്പം പഞ്ചസാരയാണ്. ആ രീതിയിൽ കടുക്ക് മണിക്ക് ചേട്ടൻ വ്യത്യാസമില്ല. പക്ഷെ പഞ്ചസാര അളവ് ചേട്ടൻ മാറ്റി. അത് മാറ്റി. ഒരു പൊട്ട് നെയ്യിട്ടാ. ഇങ്ങനെ വെള്ളം തിളക്കട്ടെ. നമ്മുടെ വെള്ളം തിളച്ചു. നമ്മളതിലേക്ക് 1.25 ലിറ്റർ പാല് ചേർക്കാൻ പോണ്. ഇതിൽ എനിക്കൊരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉരുളി ഇത്രയ്ക്കാണുള്ളത് കേട്ടാ. ചേട്ടൻ തിളച്ചു പോവാൻ എല്ലാ സാധ്യതയും കാണുന്നു. 99.99% തിളച്ചു പോകും. അത് ഞാനും കാണുന്നുണ്ട്. തീ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. തീ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് കട്ടിയുള്ളതായ കാരണം നമ്മളിത് തള വരുന്നു എന്ന് കാണുമ്പോൾ ഓഫ് ചെയ്താലും ഈ ഉരുളിയിലെ ചൂടുകൊണ്ട് തിളച്ചു പോകും. നമുക്ക് ഇങ്ങനത്തെ ഉരുളിയിൽ പായസം ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ആകെ നമ്മുടെ കയ്യിലുള്ള ഇങ്ങനത്തെ ഉരുളിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? നീ പറയേ. അല്ല അപ്പോൾ ആള് തിളച്ച് പോവാണ്. എൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അത് പാചകക്കാരനും ഇതും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. അപ്പൊ ആളിതിങ്ങനെ ഇളക്കി ഇങ്ങനെ കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ അത് നിറച്ചുണ്ടായില്ലല്ലോ. ഇത്രയ്ക്കുണ്ട്. ഇതേപോലെ തന്നെയാണ്. തിളച്ചു പോണില്ലേ? അത് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ധൈര്യം. ഈ ഉരുളിയും തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. കെമിസ്ട്രി ആണോ ബയോളജി ആണോ നോക്കാം നമുക്ക്. നോക്കിയേക്കാം.
എൻ്റെ ഉരുളി ദൈവങ്ങളെ എന്നെ ചതിക്കരുത് കേട്ടാ. നോക്കിയോട്ടെ നമുക്ക്. തിളച്ചു പോയാൽ അതും കാണിക്കുന്നതായിരിക്കും. തിളച്ചു പോയി കാണിക്കും, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജഗ്ഗുവിന്റെ പിറന്നാളിന് ഒരു വട്ടം എല്ലാവരും കൂടി കൂടുമ്പോൾ എല്ലാവർക്കുള്ള പായസം വെച്ചിട്ട് ഓർമ്മയില്ല? ഓ അത് വലിയ ഉരുളിയായിരുന്നു. വലിയ ഉരുളിയായിരുന്നു. അതിൽ ഇതുപോലെ ഇങ്ങനെ നിറച്ചായിരുന്നു. അപ്പം എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്, ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം അമ്മ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടനോട്, അജു ഇത് തിളച്ചു പോവും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് തള വരുമ്പോൾ തീ കെടുത്താന്ന് പറയുന്നുണ്ട് സ്റ്റവ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അപ്പം അമ്മ പറഞ്ഞു അത് തീ കെടുത്തിയാലും ഉരുളിയുടെ ചൂടുകൊണ്ട് തിളച്ചു പോവും. അപ്പോൾ അത് വേറെ ഇത്തിരി കൂടി വലിയ ഉരുളിയുണ്ട്, മറ്റേ സാധാരണ ഉരുളിയാട്ടാ, ഓട്ടുരുളിയല്ല, ഇൻഡാലിയത്തിൻ്റെ, അതിലേക്ക് മാറ്റെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ പിന്നെ മാറ്റാലേ എന്ന് പറഞ്ഞു. ചേട്ടൻ്റെ ഒരു മനസ്സിന് മാറ്റം വന്നു, മാറ്റാലേ എന്ന് പറഞ്ഞിട്ട് തീയൊക്കെ കെടുത്തി വേറെ ഉരുളി എടുത്തുകൊണ്ട് വന്ന സമയത്താണ് സജീവ വന്നത്. സജീവ വന്നിട്ട് പറഞ്ഞു ഇതെങ്ങനെ തിളച്ചു പോകാൻ മാറ്റേണ്ട ആവശ്യം, അത് തള വരുമ്പോൾ തീ കെടുത്തിയാൽ പോരെ എന്ന് പറയുമ്പോൾ ചേട്ടനെ ഇരട്ടി ആവേശമായി, അതന്നെ ഇത് മാറ്റേണ്ട ആവശ്യമില്ലാന്ന്. ആ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ തള വന്നു, ചേട്ടൻ ഓഫ് ചെയ്തു, പാല് മൊത്തം തിളച്ചു പോയി. അത് തീ ഓഫ് ചെയ്തിട്ടും കുറേ നേരം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഉരുളിയിലെ ചൂടുകൊണ്ട്. ഞാൻ നോക്കിയപ്പോൾ സജീവൻ ആ ഏരിയയിൽ കാണാനില്ല, സജീവൻ മുങ്ങി. അപ്പോൾ അങ്ങനെ ഒരു അപകടം ഞാൻ മണക്കുന്നുണ്ട്. മണം ചേട്ടന് വരുന്നില്ലേ? വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളതാണ് നമ്മളത്. നമുക്ക് ആ പഴയ ഉരുളി ഇതുള്ളോ, ഇനിയിപ്പോ ഇതില് അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ പകുതി പാലെടുക്കാൻ പാടുള്ളൂ. ഇതിനേക്കാളും വലുത് വാങ്ങിക്കാം, പക്ഷെ ഭയങ്കര വിലയാ. ഈ സാധനത്തിന് ഇതിന് തന്നെ 6000 ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനത്തെ ഇത്രയ്ക്ക് പോകുന്നതിന് തന്നെ വരും 10-12,000 രൂപ. ഇതിന് തന്നെ സ്വർണത്തിനേക്കാളും വില കൂടുതൽ ഇതിന്. ഇപ്പൊ സ്വർണത്തിനേക്കാളും വില ആവറേജ് ആ മറ്റേത് കണക്ക് പറയില്ലേ നമ്മള്, ആ സമയത്ത് ഇത് വാങ്ങിക്കുമ്പോ വില കൂടുതലിന്റെ നിരക്ക് സ്വർണത്തിനേക്കാളും വലിയ രീതിയിൽ ഇതിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ അങ്ങനെ. അതെ. അപ്പോ ആവശ്യമില്ലല്ലോ അല്ലെ വല്ലപ്പോഴും പായസം വെക്കാൻ. എനിക്ക് അതല്ല, ഇതിപ്പോ ആളിത് ഇങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഇതിങ്ങനെ നോക്കിയേ, ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചേട്ടൻ കാണിച്ചോ പാലിന്റെ പത വരുമ്പോ തീനി വളരെ നൈസായിട്ട് തീ ആക്കിയിട്ട് വേണം അത് വറ്റിച്ചെടുക്കണേ. 1.5 മണിക്കൂർ പിടിച്ചു. നമുക്കത് തിളച്ചു പോയി കഴിഞ്ഞാൽ കുറെ വറ്റിച്ച് കിട്ടും. ഓ നല്ല ഐഡിയാണല്ലോ. അതാണ് അപ്പൊ മനസ്സില് തിളച്ചു പോകാൻ പ്രാർത്ഥിച്ചിട്ടാ ഒപ്പം നിക്കണല്ലേ, അത്രക്കല്ല വറ്റിക്കണ്ടോന്ന്. എന്താ ചിരി അത് പറയുമ്പോ. ഞാൻ പല വീട്ടിലും പറയും, ഇതിലും ഇത്തിരി വലിയ ഉരുളി കേട്ടോ. ആളുണ്ടാക്കുന്ന ഉരുളി ഇത്തിരി മണി വലുതാണ്. കാരണം 3 ലിറ്റർ പാലോണ്ട് ഉണ്ടാക്കുന്നത്, നമ്മൾ അതിന്റെ പകുതി പാലാണ് എടുത്തോണ്ട്. 3.5 ലിറ്റർ കൊണ്ട് ഉണ്ടാക്കാനല്ല പോണ്ടായിരുന്നു. അതാണ് ഞാൻ ചേട്ടൻ ഇതിലുണ്ടാക്കുക. ഇതിൽ കൊള്ളില്ലേ, നമ്മൾ ഉണ്ടാക്കില്ല. ചേട്ടൻ പാലും പഞ്ചസാരയൊക്കെ വാങ്ങിച്ചോണ്ട് 3.5ക്ക് വേണ്ടിട്ടല്ലേ. അബദ്ധം പറ്റി. ചേട്ടൻ ഏറ്റവും കൂടുതൽ പറയണ വാക്ക് തേങ്ങ, അത് കഴിഞ്ഞാൽ പിന്നെ പറയണ വാക്കാണ് അബദ്ധം പറ്റി. കെമിസ്ട്രി വരെ നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് കാണുന്ന ഒരു ശ്വാസം അടക്കി പിടിച്ചിട്ടാവും ഇരിക്കണ്ടാവുക. പലരും പലതും അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് കേൾക്കണില്ലല്ലോ. 99.99% തിളച്ചു പോകുന്നാണ് പറയുന്നുണ്ടാവുക. നമ്മൾ ഈ ചട്ടകം എടുക്കണില്ലേ, ചട്ടകം ഇതുകൊണ്ട് ഇളക്കുമ്പോൾ സൗണ്ട് ഭയങ്കര ഇതുകൊണ്ടാകുമ്പോൾ മരത്തിൻ്റെ പുതിയ മരത്തിൻ്റെ ഇതാ കയ്യിൽ പുത്തൻ അവിടെ നിന്നാ കാറ്റ്. ഇതിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു ചേട്ടൻ അങ്ങോട്ട് തിരിച്ചു വെക്കും ചെയ്തല്ലോ. അല്ല തീയിപ്പം കത്തിക്കൊണ്ടിരിക്കണേനെ തിരിക്കണം പിടിച്ച് തീ ഓഫാക്കി. ഭൂമിയുടെ പ്രദക്ഷിണം കറക്റ്റായില്ലേ? ശരിക്കും അടിയിലേക്ക് തീ നിലക്കേ വെറുതെ പതുക്കെ തള വരണമെങ്കിൽ തീ കുറയ്ക്കണം കേട്ടോ. നമുക്ക് പതുക്കെ ഈ നൈസ് തീയിലാണ് ഇത് വറ്റി പോകാൻ പാടുള്ളൂ. ചേട്ടാ നമ്മളിപ്പോൾ തോന്നിയ പോലെ തീ കൂട്ടിയിട്ട് മനഃപൂർവ്വം തിളപ്പിച്ച് കളയാനുള്ള ചെയ്യാൻ പോകേണ്ടത്. ഇത് 1.5 മണിക്കൂർ നേരത്തെ പ്രോസസ്സാണ് എന്ന് ആലോചിക്കുന്നത്. ചെറിയ തീ മതി നമുക്ക്. അത് പറയുന്നുണ്ട് കേട്ടോ, അതിൽ തീയിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലാണ് അതിൽ വലിയ കാര്യം. തീയിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണത് വളരെ ഇത് വേണ്ടിയിട്ടതല്ലേ. അതെ ഈ പരിപാടി നാളെ ചെയ്ത് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇങ്ങനെ തീ കുറക്കട്ടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പോയില്ലേ, ഇങ്ങനെ ആക്കുമ്പോൾ തിളച്ചു പോയില്ലേ അല്ലേ എന്ന് പറയും ചേട്ടാ. കെമിസ്ട്രി എനിക്കറിയില്ല. ദൈവമേ ഈശ്വര, ഇനി എത്ര 1.5 മണിക്കൂർ വറ്റണം. വറ്റേ മാറി നിൽക്കാൻ പറ്റില്ല നമുക്ക്. ഇത് ഇളക്കി വറ്റി വന്നപ്പോൾ ആളുടെ ചുവപ്പ് കളറായി. ചുവപ്പ് കളർ അങ്ങനെയൊന്നും ആയില്ലേ, ഒരു കളർ ചെറുതായിട്ടൊന്നും മാറിയത് മാത്രമല്ല. കളർ മാറാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. പിന്നെ അത് ഇല്ലില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് പായസം ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിച്ചില്ല. ഇപ്പോൾ ആളുകൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ ഉള്ള ഒരു മാറ്റം അതൊന്നും കാണിച്ചില്ല. ഇതിൽ
എൻ്റെ ഓണ പായസമാണ് ഓണത്തിന് വെച്ചിട്ടുള്ളത്. അതായത് ഉണ്ടാക്കൽ കഴിഞ്ഞു. അത് ഉണ്ടാക്കൽ കഴിഞ്ഞോടുകൂടി ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഫ്രെയിം ഇതിലേക്ക് ഫുള്ള് കാണിച്ചില്ല ഞാൻ. ഇത് ഈ കറക്റ്റാണ്, ഇത് ഈ മതി. തിളച്ചു പോയില്ല സുഹൃത്തുക്കളെ? തിളച്ചു പോകാൻ സമയമുണ്ടല്ലോ നീ. ഇല്ലേ, തിളച്ച് പോവാണെങ്കിൽ ഇപ്പൊ പോവാമായിരുന്നു. ഈ തളയില് കണ്ട കിടന്ന് തിളക്കുണ്ടല്ലോ. തിളക്കുണ്ട്, ചെറിയ തള. ശാസ്ത്രം ജയിച്ചു. കണ്ട പാല് തിളക്കുന്നുണ്ട്, പക്ഷെ ഉരുളിയിൽ നിന്ന് മുകളിലേക്ക് തന്നെ പോകണില്ല ചേട്ടാ. തീ കൂടുതലാന്നൊരു എനിക്കൊരു സംശയമുണ്ട്. സരി നോക്കിയാൽ വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തിളക്കുന്നുണ്ട്. അല്ല ഈ തളയുമ്പോ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നൊരു പേടി പെട്ടെന്ന്. പുറത്തേക്ക് പോകേണ്ടതാണ് ഇപ്പൊ പൊന്തി പോയാനല്ലേ. ചേട്ടൻ ഇളക്കണ്ടോ നോക്കിയാ പൊന്തുണ്ടോ നോക്കാം നമുക്ക്. അതിൽ നിൽക്കണ്ടില്ല, ആ ലെവലിൽ നിൽക്കണ്ടല്ലേ. പൊന്തുണ്ടല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ആക്കണം. എങ്കിൽ ഇങ്ങനെ ആക്കൂ. നമ്മുടെ പാല് നോക്കി സരിത അടിപൊളിയായിട്ട് തിളക്കിണ്ട്. ഇതുവരെയായിട്ട് തിളച്ച് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് കേട്ടാ. അപ്പൊ പാചകക്കാരന് ഉരുളിയും പാലും തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ടായി. അതെ, ചിലപ്പോ അതായിരിക്കും. 99% സംഭവിക്കും എന്ന് വിചാരിച്ച് പേടിച്ച കാര്യം സംഭവിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പൊ നമ്മൾ വെച്ചിട്ട് പായസം അടുപ്പത്ത് വെച്ചിട്ട് 16 മിനിറ്റ് ആയിട്ടാ. ഈ പാല് അടുപ്പത്ത് വെച്ചിട്ട് 16 മിനിറ്റ് ആയി. പായസം ഞാൻ എന്റെ കെമിസ്ട്രി എങ്ങനെയാന്ന് അറിയില്ല ചേട്ടാ. ഞാൻ ഇങ്ങനെ ഇളക്കണല്ലോ. നമ്മളിപ്പോൾ പായസം വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടാ പാല് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട്. ഇപ്പോഴും ഇതേ ലെവലിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതിങ്ങനെ വഞ്ചി പറയുന്ന പോലെ കണ്ട ഇങ്ങനെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഇല്ല, പാലിൻ്റെ അളവ് ഇത്തിരി താന്നിട്ടുണ്ട്, ഇത്രയ്ക്ക് താന്നിട്ടുണ്ട് കേട്ടാ. നമുക്കിത് കണ്ടറിയണം നല്ലത്. ഇടയ്ക്കത് ഇങ്ങനെ ഞാൻ ഇളക്കും കേട്ടാ, ഇങ്ങനെ ഇളക്കാം. അത് ചേച്ചി ഫുൾ ടൈം ഇങ്ങനെ ഇട്ട് കാണിക്കുന്നില്ല ചേട്ടാ. സരിതിക്ക് കുറച്ച് നേരം വേണമെങ്കിൽ അങ്ങനെയൊന്നും ചെയ്താ അങ്ങനെ വെറുതെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തു. നമുക്കത് നമുക്കിത് കളറിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. മനസ്സിലായ? ഇതിപ്പോൾ 2 കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് തിളച്ച് പുറത്തേക്ക് പോകുമെന്ന്, പിന്നെ രണ്ടാമത് ആ പായസത്തിൻ്റെ ഒരു കളറില്ലേ. എന്നിട്ട് ആ കളർ എന്നിട്ട് അതൊരു റോസ് കളർ, ഒരു പിങ്കിഷ് ലൈറ്റ്, ആ കളറിലേക്ക് എത്തുമെന്നാണ് നമ്മൾ നോക്കുന്നത്. കാത്തിരുന്ന് കാണാം. തിളച്ചു പോയി. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ അറിഞ്ഞു തിളച്ചു പോകുന്നുള്ളത്. തിളച്ചു പോവില്ല, ശ്രദ്ധിച്ചാൽ മതി. അതായത് വക്കത്ത് വരെ, അത് പാല് ഏകദേശം ഇതിന്റെ ഈ ഉരുളിയിലോ ഏകദേശം 30 ഉണ്ട്. പുറത്തേക്ക് പോകേണ്ട സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് പോയില്ല. അപ്പോൾ എനിക്ക് സന്തോഷമായി ഇത് കാര്യത്തിൽ. ആൾ പറഞ്ഞപ്പോഴേ ആ ഒരു ഇതില്ലേ, ഒരു ബന്ധം അത് നമുക്കുണ്ട്. ചുവപ്പ് കളറും കൂടി വന്നു കഴിഞ്ഞാൽ ബന്ധം നമുക്ക് ഉറപ്പിക്കാം. കിട്ടുണി BA എലഫന്റ് BA എന്ന് പറഞ്ഞൊരു സീലടിച്ച് തരും. അപ്പോൾ നമ്മൾ 30 മിനിറ്റ് ആയിട്ട് വെച്ചിട്ട്, അപ്പോൾ പാലിൻ്റെ അളവ് അനുനിമിഷം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഇത്രയ്ക്കായി കുറഞ്ഞു. അപ്പോൾ എങ്ങനെ ഇളക്കണ്ട? അപ്പോൾ നമ്മൾ ഈ അടയില്ലേ നോക്കിയ അട നമ്മളിവിടെ ഇതിൽ മൂടി വെച്ചത് കണ്ട വെന്തുണ്ട്. വെന്തുണ്ട്. ഇപ്പം ഒന്ന് കഴുകി അരിപ്പയിൽ ഊറ്റിന്ന് കൊണ്ടുവന്ന് സരിത് വയ്ക്കും. അകത്തുകൊണ്ട് പോയിട്ട് ഇത് 2-3 വട്ടം ഒന്ന് കഴുകിക്കോ. കഴുകിയിട്ട് അതിൻ്റെ ഒരു പശിയുണ്ട്, അത് കളഞ്ഞിട്ട് ഒരു അരിപ്പയിൽ ആക്കി കൊണ്ടുവരും. ഇത് ഞാൻ നോക്കാം. അതെ, അട കഴുകി വാലാൻ വെച്ചിട്ടാ. ഇപ്പം തിളച്ച് പോകാനൊന്നും പ്രവണത കാണിക്കണേ ഇല്ല ചേട്ടാ. ഒരു കളറിന് ഒരു മാറ്റമല്ല, ഒരു ക്രീം കളറ്, മഞ്ഞളിക്കാണ് കളറ് മാറുന്നത്. നമ്മുടെ പായസം അടുപ്പത്ത് വെച്ചിട്ട് കറക്റ്റ് 3/4 മണിക്കൂറായിട്ടാണ്, 45 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോഴും ഇതിന് ഒരു പൊങ്ങലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. കളറിൽ ഒരു ക്രീം ആ മറ്റേ കളറിലേക്കാണ്ട് എത്തുന്നില്ലല്ലോ സരിത. ഏത് ക്രീം കളറിലേക്ക്? അല്ല, മറ്റേ ഈ നമ്മൾ കാത്തിരിക്കാം കുറച്ച്. ഈ അടയിടേണ്ട ഒരു ഭാഗം ഉണ്ട് കേട്ടോ. അപ്പോൾ പാല് വറ്റി അത്യാവശ്യം ഒരു ചെറിയ കട്ടിയിലേക്ക് എത്തുമ്പോഴാണ് ഈ പാല്, അതായത് അതിൻ്റെ അത്ര ശതമാനമാണ് അളവ് പറഞ്ഞു ആള്. അപ്പോൾ അത് നമുക്കറിയാതെ, അത് നമ്മുടെ ഒരു മനക്കണക്കാണത്. അരിക്കാണ്ട് എത്തുമ്പോൾ പാല് അട തട്ടണം. എന്നിട്ടാണ് പിന്നെ പഞ്ചസാര ചേർക്കുന്നത്. കുറച്ച് സമയമുണ്ട് കേട്ടാ. 3/4 മണിക്കൂർ കഴിഞ്ഞു. 50 മിനിറ്റിലേക്ക് എത്താറായിട്ടാ. നമ്മളിപ്പോൾ ഈ പാലടപ്പത്ത് വെച്ചിട്ട് കറക്റ്റ് 1 മണിക്കൂറായിട്ടാണ്. നോക്കിയാൽ ഇത്രയ്ക്ക് ആയി. അതിൻ്റെ കളറ് ഒരു പ്രത്യേക കളറാണ്, മഞ്ഞയിലേക്കാണ് കളർ. അപ്പോൾ നമുക്ക് ഇനി അട ചേർക്കേണ്ട ടൈമായി. നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അട ചേർക്കാൻ പോകണം കേട്ടാ. പഞ്ചസാര ചേർക്കുക. ഇത് അല്പം കഴിഞ്ഞാൽ പഞ്ചസാര ചേർക്കാം. ഒന്നായി കഴിഞ്ഞിരിക്കും. ഇപ്പോഴും ഇതിൻ്റെ കളറ് നമ്മൾ നോക്കണല്ലോ. അതെ കണ്ട, ഈ കളറാണ് കേട്ടാ.
എന്താ പറയാ പാചകക്കാരെ ആ രഹസ്യം പുറത്തു വിടില്ല, ഇങ്ങനെ ചുമപ്പ് കളറാക്കണമെന്ന്. രഹസ്യം പുറത്തോട്ടില്ലെങ്കിൽ കാര്യമൊന്നുമില്ല. അല്ല ഇതാന്ന് എല്ലാവർക്കും അറിയപ്പോ. ഇതിപ്പോ നമ്മളിപ്പോ ശരിയായ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതേ കളറൊന്നും മാറണില്ല. അല്ല നമ്മള് മറ്റേ പാലല്ലേ, ചിലപ്പോ പശും പാലാണെങ്കിൽ മാറിയാലോ. മറ്റേ ഏത് പാലും സൊസൈറ്റിന്ന് പാല് വാങ്ങിച്ചിട്ടാണ് ചെയ്തെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ പാല് ചെയ്തിട്ട് ആയിട്ടില്ല. ഇല്ല, ഞാൻ ചെയ്തിട്ട് നോക്കിയിട്ട് ആയിട്ടില്ല. ഞാൻ കുറെ വട്ടം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പണ്ട്. ഒരു നേരി കളർ വ്യത്യാസം വന്നിട്ടില്ലേ? ഒരു കളർ വ്യത്യാസം വരും, മഞ്ഞ കളറാവും കുറെ നേരം തിളപ്പിക്കുമ്പോ. അതന്നെ മഞ്ഞ 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 കൂടി കൂടി വരും. തിളക്കട്ടെ, ഒന്ന് തിളച്ച് കഴിഞ്ഞ് പഞ്ചസാര ചേർക്കാട്ടെ. വളരെ ഒരു ലക്ഷണം വരുന്നുണ്ട്. എന്നാലും ഞാൻ ഭയങ്കര ക്ഷമയോടെയാണ് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ധൃതിയും കൂടിയിട്ടില്ല, ഒന്നും കൂടിയിട്ടില്ല. എൻ്റെ എല്ലാ ധൃതികളെയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഇതിന് മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്കിനി പഞ്ചസാര ചേർക്കാം. 250 ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. നോക്കിയിട്ട് നമുക്ക് മധുരം വല്ലാണ്ടായിട്ട് തലക്കടിച്ച് പാടില്ല. കറക്റ്റാണ്. ഇനി ഇത് കുറെ നേരം വീണ്ടും തിളപ്പിക്കില്ലേ? ഇനി കുറച്ച് നേരം തിളക്കുക ഇറക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ വേറൊരു പാത്രം എടുത്തിട്ട് വരാം അല്ലേ, കാരമലൈസ് ചെയ്യാൻ. അത് വേണ്ടി വരും തോന്നുന്നു, അല്ലാണ്ട് ആ കളർ വരില്ലേ? ആളുടെ എപ്പോഴാ കളർ വന്ന്? ഇതൊക്കെ ഇട്ടതിന് ശേഷം പഞ്ചസാര ഈ കളറിഞ്ഞു വന്നിട്ടല്ലോ. ചുവപ്പ് കളറായില്ലേ? ഏയ് അങ്ങനത്തെ കളറൊന്നും ഇല്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞില്ലേ പായസത്തിന്റെ കട്ടിയാവില്ലേ, കറക്റ്റ് കട്ടി ചെയ്യുമ്പോൾ തിറക്കാം. ഇതിപ്പോ പഞ്ചസാര ഇട്ട കാരണം അയ്യോ തീ കുറങ്ങി ഈശ്വരാ. ഞാൻ പഞ്ചസാര ഇട്ട കാരണം തിളച്ചതാ. പഞ്ചസാര ഇട്ട തിളച്ചതല്ല, അതായിരിക്കാം. തീ കേട്ടു, നീ തീ കെടുത്താ ചെയ്തേ. സോറി. ഇതൊരു ഇത് കൊണ്ടിട്ടുണ്ട് കേട്ടാ. ഇതിന് മധുരം നീ നോക്കണം കേട്ടോ. നോക്കിയേ, നമ്മുടെ പായസം ഒന്ന് എടുത്ത് കാണിച്ചു തരട്ടെ ഞാൻ. നോക്കിയേ, ഇതാണ് കളറ്, കണ്ട? ഇതിൻ്റെ കളറ് ഇപ്പം ഇങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ 1 മണിക്കൂർ 10 മിനിറ്റോളമായിട്ടാണ് കളറ്. അപ്പോൾ സരിത ഒരു സ്വല്പം ടീസ്പൂണിലെടുത്ത് മധുരം നോക്കിയാൽ മധുരം ഇപ്പോൾ എങ്ങനെയുണ്ട് നോക്കാനാ. എന്നിട്ട് ഇറക്കാൻ വെച്ചിട്ടാ കട്ടി ചെയ്യ് കറക്റ്റ്. ഏകദേശം മധുരം പാക കറക്റ്റ് കട്ടി ചെയ്തില്ല, പാകമായിട്ടില്ല. കുറച്ചും കൂടി സമയം കിടക്കണമല്ല. പഞ്ചസാര ഇട്ടിട്ടേ കുറച്ച് സമയം ഓടിയും. ഒന്ന് പഞ്ചസാര അടിക്കുന്ന അടയിലിരിക്കുന്ന കയറട്ടെ. എന്നിട്ട് പാലട മണണ്ടാ. ശരിക്കും തോന്നുന്ന നേരത്തെ പണിയില്ലത്. സാധനങ്ങളൊന്നും വാങ്ങിച്ച് കയ്യിലുണ്ടല്ലോ ഇതിന്. സേമിയ പായസം ഉണ്ടാക്കല്ലേ? അത് പായസാണോ? എന്തൊരു വിലയില്ലാത്ത ചേട്ടന് സേമിയ പായസം എന്ന് പറയുമ്പോ. അത് ഇഷ്ടമുള്ള കുറെ പേരുണ്ട്. മോഹൻലാലിന് മറ്റേ അക്കരയില് ഈ പാർവതി പായസം ഉണ്ടാക്കി സേമിയ പായസ. മോഹൻലാലിന്റെ ഇവിടെ ഒരു ഇത് ശ്രീനിവാസ സമയത്ത് വല്ലി പായസം. ശ്രീനിവാസ സമയത്ത് വല്ലി. നിനക്ക് ഈ പഞ്ചസാര കലർന്ന പായസം ഇഷ്ടല്ലേ? കട്ടി നോക്കിയാ കറക്റ്റ് ആയി നോക്കിയാ. നമ്മൾ കുടിക്കണമെന്നില്ലല്ലോ. ഇല്ല, കട്ടി നോക്കിയാ കറക്റ്റ്. തിരുവണ്ടി കട്ടിയാണോ? തിരുവണ്ടി കട്ടിയാണോ അല്ലേ? ഒരു 6-7 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ പഞ്ചസാര അതിന്റെ വെള്ളം വരും. 5-6 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാട്ടെ. ഇത് നിക്കണോടെ തന്നെ കുറ്റി വെച്ചിട്ട് അതിന് മാറ്റി വയ്ക്കാം. ഇപ്പോഴോ നിൽക്കാൻ പറ്റും. ഉരുളിൽ ഇരുന്ന് കട്ടിയാവിട്ടത് ചേട്ടാ. മതിയും തോന്നുന്നു കേട്ടാ. ഒരു 5 മിനിറ്റ് കേട്ടാ. 5 മിനിറ്റ് മതി മാക്സിമം. ഇപ്പൊ നമ്മള് 1 മണിക്കൂർ 10 മിനിറ്റിന് 1 മണിക്കൂർ 10-12 മിനിറ്റ് ആയിട്ടാ. 1.5 മണിക്കൂറിലധികമായി. നോക്കിയാ ഈ കട്ടി. 1 മണിക്കൂർ 10 മിനിറ്റ് ആകുമ്പോ അല്ല, ഈ വെള്ളം തിളപ്പിന്ന് തൊട്ടിട്ട് തുടങ്ങുകയാണെങ്കിൽ 1.5 മണിക്കൂറായി. ഇപ്പൊ കണ്ടാ അതെ. അപ്പൊ നമ്മൾ ഇറക്കാൻ പോകണം കേട്ടോ. ഇനി ഇത് ഉരുളിയിൽ ഇരുന്നിട്ട് കട്ടിയാവും. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളറ് ഓൾറെഡി കളറ് ഇതാണ് കേട്ടോ. നമ്മൾ എത്ര തല കുത്തി മറിഞ്ഞിട്ടും ഇതിൻ്റെ അപ്പുറം പോകണില്ല. സരി തിളക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഇതിൻ്റെ കളറ് ഇത്തിരി ചേഞ്ച് ആക്കാൻ നമുക്ക് പോവാണ്. നമ്മൾ പാത്രം അടുപ്പത്തേക്കിനും ഇതിന്ന് കുറച്ച് എടുത്തിട്ട് വെക്കണം ഇവിടെ. അത് വെക്കാം, കോരി വയ്ക്കാം. ഇതുകൊണ്ട് കോരി ഒഴിച്ചാൽ മതി. അതുകൊണ്ട് കോരി വയ്ക്കാം. പക്ഷേ ഇത് ചൂടുള്ളത് തന്നെ ഒഴിക്കുമ്പോൾ അപകടം സംഭവിക്കും. ഈ കാരമലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര ചൂടിലിരിക്കി ഈ ചൂടുള്ള പായസം തന്നെ ഒഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പൊ എന്നിട്ട് ചെയ്യാ ഇല്ലേ? കണ്ടാ പായസത്തിൻ്റെ കളർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കളർ കൂട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇപ്പോൾ ചൂടായ പാത്രത്തേക്ക് ഇടുന്നു കേട്ടോ. തീന്ന് കുറച്ചോ അല്ലെങ്കിൽ കരിയത്. പഞ്ചസാര ഒരു ഡാർക്ക് കളറാക്കാൻ പോകുന്നുണ്ട് നമ്മൾ. കട്ടൻ ചായര കളറിഞ്ഞില്ല ഇതൊക്കെ ആക്കിയിട്ട് നാളെ കുറേയിട്ട് നമ്മൾ തീ കുറച്ചതാ കൂട്ടണതാ. തീ കൂട്ടണം, അല്ലെങ്കിൽ ആവില്ല.
പഞ്ചസാര കുറവാണോ അല്ലേ? അത് ഇളക്ക് ഇളക്കിക്കൊണ്ടിരിക്കല്ലേ ഞാൻ കരിയും. മതിയില്ലേ കളർ ഒരു പൊട്ട് മണി കളറാവും. നീ ആയിക്കഴിഞ്ഞാൽ കരിഞ്ഞ മണം വരൂട്ടാ. കളറ് നമ്മൾ ഇരിക്കേണ്ട ഒഴിക്കുന്നേട്ടാ. ഒഴിക്കും അധികം വേണ്ടതായിരുന്നു അല്ലേ? ഇളക്കി കുറച്ച് നേരം. അല്ല അങ്ങനെ എടുത്തിട്ട് കാര്യമില്ലേ, അത് കട്ട കട്ടയിട്ട് എടുക്കും. കുറച്ചും കൂടി ഒഴിച്ചായിരിക്കും. അതിങ്ങനെ ലീച്ച് ഇതിലേക്ക് ആക്കണം. ഇതാണ് ശരിക്കും കളറ്. ഇതാണ് ശരിക്കും കളറ്. ഭയങ്കര ചൂട് തേങ്ങ, ഞാൻ കൈ പൊള്ളിയിട്ടിരിക്കുന്നത്. കണ്ട കട്ടകൾ എടുക്കണണ്ട, അത് പലിയായിരിക്കും. ഇങ്ങനെ ഒരു കളറായിട്ടുണ്ട് നമ്മുടെ. പിങ്ക് ഒന്നല്ല, അതിന്റെ അടുത്ത് കളർ വേണമെങ്കിൽ കയറ്റാം. ഇനിയിപ്പോൾ ഈ കളറിനെ മതിച്ചെങ്കിൽ ഇതന്നെ മതി. കളർ കയറ്റിയത് എങ്ങനെയാ? അല്ല, കളർ കൂടണമെങ്കിൽ ഇത്തിരി പഞ്ചസാര ചേർത്ത് കളിപ്പിച്ച് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നിർത്തലല്ല, നീ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ജഗ്ഗുവിനെ കൊണ്ട് കുടിപ്പിക്കലാണ് അടുത്ത ടാസ്ക്. അതെ, നമ്മുടെ ഈ പായസം നോക്കിയാൽ ഇതിലേക്ക് ഒരു നുള്ള് നെയ്യ് ചേർക്കുന്നു. ഒരു നുള്ള് നെയ്യ്. അത് കട്ട കുത്താണ്ടിരിക്കാനെന്ന് എല്ലാവരും ചേർക്കണില്ല. കട്ട കുത്താനില്ല, മുകളിൽ പാട കിട്ടാണ്ടിരിക്കാൻ കേട്ടാ. ഒരു നുള്ള് നെയ്യ് ചേർക്കാൻ പാടില്ല കേട്ടാ. സരിതാ, നമ്മുടെ പായസത്തിന്റെ കളർ അങ്ങനെ ആയിട്ടാ നോക്കിയേ. എങ്ങനെയായി സാധനം പാലട ഭയങ്കര പോലത്തെ കളറായിക്കണ്ട. ഒഴിക്കാൻ പോട്ടെ, ഒഴിക്കാൻ പോവാണ്. അല്ല കളറായി ഈ പായസം ചേട്ടൻ കുടിക്കില്ലല്ലോ? ഞാൻ കുടിക്കും. ഞാൻ എങ്ങനെയുണ്ട് നോട്ടെ. എനിക്കിത് ഭയങ്കര, ഇതിൻ്റെ പാചക രീതി ഭയങ്കര ഇഷ്ടമായി. ആ പഴയിടത്തിൻ്റെ ഈ കാരമലൈസ് ചെയ്യുന്ന പരിപാടി ഇല്ലാട്ടാ. ഞാൻ ചെയ്തതാണ്, ഞാൻ എനിക്ക് ആയിട്ട് ചെയ്താണ്. നിനക്ക് കൂടുതൽ അല്ല, എനിക്കൊരു സ്വല്പം മതി. ഞാനിത് കുടിക്കാറില്ലല്ലോ. ജഗന്നാഥൻ മര്യാദയ്ക്ക് വന്നോ? കയ്യിലെങ്ങണ വായിൽ കുത്തി വെച്ചിട്ട് മലത്തേക്ക് എടുത്തിട്ട്. അവനെ കുഞ്ഞിതിലേ തൊട്ടന്നെ മധുരം ഒട്ടും ഇഷ്ടല്ല. മധുരം മിഠായികള് അങ്ങനത്തെ ഒക്കെ അവനെ അറപ്പാ, തുപ്പികളെ. കുഞ്ഞിതായിരിക്കുമ്പോ തൊട്ടന്നെ. അതേസമയം കയ്പുള്ള സാധനങ്ങളെ ഭയങ്കര ഇഷ്ടം. ആ, അപ്പൊ പായസം നമ്മള് കുടിക്കാത്തത് അതുകൊണ്ടാ. പായസം, പിന്നെ നമ്മള് അട ഉണ്ടാക്കണതില്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ അതൊന്നും ഇഷ്ടമില്ല. മധുരമുള്ളതൊന്നും ഇഷ്ടമില്ല. നല്ല മധുര. കുടിച്ചോ പാലട. നിനക്ക് ഇഷ്ടപ്പെട്ട പാലട ദേ ഉണ്ടാക്കി തന്നിരിക്കുകയാണ് കേട്ടാ. ഇതുണ്ടാക്കാൻ നീ അല്ലേ പറഞ്ഞ കഴിഞ്ഞ ഇതിന്റെ മറ്റേ 30-ാം തീയതി ഡേറ്റ് ഓഫ് ബർത്തിന്റെ അന്ന്. മധുരം കറക്റ്റ് തന്നെയാണ്. ഇത്ര മധുരം വേണം. നീ പായസം ഉണ്ടാക്കാൻ പോ, നീ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പറയണേ. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾ അത് ഉണ്ടാക്കില്ലെന്ന് ഉറപ്പാ, അതുകൊണ്ടാന്ന് പറഞ്ഞത്. ഞാൻ അത്രേ കുറിച്ചുള്ളൂ. എനിക്ക് ഈ പായസം പറ്റില്ല. പക്ഷേ മധുരമൊക്കെ കറക്റ്റാണ്. നമ്മൾ സദ്യക്കൊക്കെ കഴിക്കണ അതേ ടേസ്റ്റ്, അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട്. മധുരം ഇത്തിരി കൂടുതലാ. വേണേ ഒരു 225 ഗ്രാം പഞ്ചസാര ചേർത്താൽ മതി. അപ്പൊ ജഗുവിന്റെ പിറന്നാളിന് ജഗുവിന് പായസം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ജഗുവിന് ഡ്രീം കേക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. അത് അന്ന് കിട്ടിയിട്ടുണ്ടായില്ലേ, അതും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഴ ചെറുതായിട്ട് തൂടി തുടങ്ങി. ഞങ്ങൾ നിർത്താണ്. അങ്ങനെ നമ്മുടെ പാലട പായസം ഇങ്ങനെയാണ്. അടിപൊളി പായസമാണ്. മധുരം ഒരു 200 ഗ്രാം ഇരിക്കേണ്ട താത്തിക്ക് വേണമെങ്കിൽ കേട്ടാ അല്ലേ. 225 ഗ്രാം എന്ന് പറഞ്ഞാൽ 200 ഗ്രാം. അപ്പോൾ നിർത്താം. അടിപൊളി. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. നന്ദി, നമസ്കാരം.